നമുക്കുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങൾ തല്ലിപ്പൊടിച്ച് മിനി മോട്ടോർ പുറത്തെടുത്ത ശേഷം സയൻസ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയും സയൻറ്റിസ്റ്റുമാരാകാൻ വേണ്ടിയും ട്രൈ ചെയ്ത എത്ര പേര് ഇവിടെ ഉണ്ട്? നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കൗതുകമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ മിനി മോട്ടോറുകൾ. ഇത് നമ്മൾ 3D ആനിമേഷൻ്റെ സഹായത്തോടുകൂടി ഒരു മിനി മോട്ടോർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഒരു മിനി മോട്ടോർ. പക്ഷേ ഇതിൻ്റെ തന്നെ പല ടൈപ്പ് വേരിയൻറ്റുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മിനി മോട്ടോർ എന്നുള്ള പേര് ലഭിക്കാൻ കാരണം തന്നെ നമുക്കറിയാം ഇതിൻ്റെ സൈസാണ്. ഇതിനെ മിനി മോട്ടോർ എന്നല്ലാണ്ട് DC ടോയ് മോട്ടോർ എന്നും അറിയപ്പെടാറുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അറിയാം ഡയറക്റ്റ് കറണ്ടും ആൾട്ടർനേറ്റ് കറണ്ടും എന്താണെന്ന്. ഇത് ഡയറക്റ്റ് കറണ്ട് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ DC മോട്ടോർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഷാഫ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പോർഷൻ. ഈ ഒരു ഭാഗമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മറ്റൊരു പോർഷനാണ് മോട്ടോർ കേസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഔട്ടർ കവറിങ്. ഇതൊരു മെറ്റൽ കവറിംഗ് ആണ്. ഷാഫ്റ്റിനെ കറങ്ങാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ബെയറിംഗ്. ഈ ഭാഗമാണ് ടെർമിനൽ. ഈ ഭാഗത്തിലൂടെയാണ് മിനി മോട്ടറിന് പ്രവർത്തിക്കാനുള്ള പവർ സപ്ലൈ വരുന്നത്. ഇനി മിനി മോട്ടറിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. മോട്ടോർ കേസ് മാറ്റി കഴിയുമ്പോൾ 2 മാഗ്നറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഒരെണ്ണം നോർത്ത് പോളും ഒരെണ്ണം സൗത്ത് പോളും ആയിരിക്കും. ഈ ഷാഫ്റ്റ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റഡ് അയൺ ആർമേച്ചറിലേക്കാണ്. ലാമിനേറ്റഡ് അയൺ ആർമേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനെ റോട്ടർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പോർഷൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലാമിനേറ്റഡ് ഷീറ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഒരു ആർമേച്ചർ വൈൻഡിങ് ആക്ച്വലി കോപ്പർ കൊണ്ടുള്ള വൈൻഡിങ്ങുകളാണ്. ഇതിലേക്ക് ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് വരുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് റൊട്ടേഷൻ സാധ്യമാക്കുന്നത്. ഈ ഒരു ഭാഗമാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ട്. മാത്രമല്ല ഈ ഒരു പോർഷൻ ബ്രഷ് എന്നും അറിയപ്പെടുന്നു. ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എപ്പോഴും കമ്മ്യൂട്ടേറ്ററിൽ മുട്ടി നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കും. പവർ സപ്ലൈ കൊടുത്ത ശേഷം ടെർമിനലിൽ നിന്നും കറണ്ട് ബ്രഷിലേക്കും ബ്രഷിൽ നിന്ന് കമ്മ്യൂട്ടേറ്ററിലേക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അത് ആർമേച്ചറിലേക്ക് എത്തുകയും അതിനുശേഷം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ബാറ്ററിയിൽ നിന്ന് വന്ന ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ആൻഡ് ഷെയറിങ്. സോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.